ചിറ്റൂർ അമ്പാട്ടുപാളയത്ത് സുഹാൻ എന്ന 5 വയസ്സുകാരനെ കാണാനില്ലെന്ന് പരാതി. എരുമങ്കോട് സ്വദേശി മുഹമ്മദ് അനസ് തൗഹീദ ദമ്പതികളുടെ മകനാണ് സുഹാൻ. ഉച്ചയ്ക്ക് 12 മണിക്ക് വീടിന് പുറത്തു നിൽക്കുകയായിരുന്ന സുഹാനെ കാണാതാവുകയായിരുന്നു. കാണാതാവുമ്പോൾ വെളുത്ത വരയുള്ള ടീഷർട്ടും കറുത്ത ട്രൗസറും ധരിച്ചിരുന്നു. റോയൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിയാണ്. കുട്ടിക്കായി സമീപത്തെ കുളത്തിൽ അഗ്നിശമന സേനയും മറ്റും തിരച്ചിൽ ആരംഭിച്ചു. കണ്ടുകിട്ടുന്നവർ ചിറ്റൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണം. പെങ്ങൾ നിസ്കരിക്കാൻ പോയ സമയത്ത് കുട്ടികളൊക്കെ TV നോക്കിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ വന്ന് അന്വേഷിച്ചപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ ഏട്ടനെയും കൂടെ വഴക്കായപ്പോൾ ചെറിയ കുട്ടി പുറത്തിറങ്ങിപ്പോയതെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പം തൊട്ട് മിസ്സിങ് ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് മിസ്സിങ് ആയത് 1 മണിക്ക് 1:15 പറയണത്. എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത് 2:30 സമയത്താണ് കിട്ടിയത്. കുട്ടിക്ക് ലേശം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ട് പറഞ്ഞാൽ ആര് പോയാലും വേഗം പോയിട്ട് കാലിൽ പോയി പിടിക്കും, മാമാണ്ട് പിടിക്കും. 6 മണിക്കൂറിലധികമായി ഈ കൊച്ചിനെ കാണാതായിട്ട്. 6 വയസ്സായ ഒരു കുട്ടിയാണ്. ഈ വീടിൻ്റെ പരിസരത്ത് അധികം ദൂരം യാത്ര ചെയ്ത് കളിക്കുന്നൊരു കുട്ടിയല്ല. പക്ഷേ ഫിസിക്കലി ചാലഞ്ചറായിട്ടുള്ളൊരു കുട്ടിയാണ്. ഫിക്സിൻ്റെ അസുഖമുള്ളതാണ്. അപ്പോൾ കുറച്ച് ദൂരെ ഇന്ന് വീട്ടിൽ ചെറിയൊരു പിണക്കം, ചേട്ടനുമായിട്ട് ചെറിയൊരു പിണക്കത്തിൻ്റെ പിണക്കത്തിൽ ഒന്ന് പുറത്തിറങ്ങിയതാണെന്ന് പറഞ്ഞു. കുറച്ച് ദൂരെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഒരു 100 മീറ്റർ അപ്പുറത്ത് കണ്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വല്ലതും കണ്ട് ഇനിയിപ്പോൾ ഒരു ഫിക്സ് വല്ലതും വന്ന് പേടിച്ച് തിരിച്ചു വരാൻ വഴി ഓർമ്മ നിൽക്കാത്തൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫിക്സ് വല്ലതും വന്ന് അങ്ങനെ എവിടെയെങ്കിലും മയങ്ങി കിടക്കാനും ഒരു സാധ്യതയുണ്ട്. ഡോഗ് സ്ക്വാഡ് പരിശോധിച്ച സ്ഥലങ്ങളിലും ഡോഗ് സ്ക്വാഡ് ചെന്ന സ്ഥലത്തെല്ലാം ഫയർ ആൻഡ് റെസ്ക്യൂ പരിശോധിച്ചിരുന്നു. അവിടെയൊന്നും കാണാത്തത് കൊണ്ട് ഇനിയൊരു പോസിബിലിറ്റി ഇതാണ്, ഫിക്സ് വരാൻ സാധ്യതയുള്ള കുട്ടിയായതുകൊണ്ട് പേടിച്ചിട്ട് ഇങ്ങനെ ഫിക്സ് വല്ലതും വന്ന് എവിടെയെങ്കിലും മയങ്ങി കിടക്കാനൊരു സാധ്യതയാണ് ഇനി നോക്കാനുള്ളത്. ഇനിയിപ്പോൾ ഏതായാലും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഇന്നത്തെ സെർച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തായാലും ശുഭപ്രതീക്ഷയിലാണ്. ഇതുപോലെ എവിടെയെങ്കിലും ഫിക്സ് വന്ന് കുട്ടി തളർന്ന് വീണ് കിടക്കുന്നുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഏതായാലും ശുഭപ്രതീക്ഷ. സഹോദരനോട് പിണങ്ങിയിട്ട് വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ളൊരു പിണക്കം, വളരെ നിസ്സാരമായ പിണക്കത്തിൽ പുറത്ത് ഇറങ്ങി വന്നതാണ്. അതുകൊണ്ടാണ് ഈ വീട്ടിന് പരിസരത്ത് മാത്രം കളിക്കുന്ന കുട്ടി ഇന്ന് കുറച്ച് ദൂരെ കണ്ടു എന്ന് പറയുന്നത്. ചിലപ്പോൾ ആ പിണക്കത്തിൻ്റെ ഭാഗമായിരിക്കും. ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ അപ്പുറമുള്ള ഒരു ചെറിയ ജംഗ്ഷനിൽ അവിടെ വെച്ചാണ് 2 സ്ത്രീകൾ ഒരു 12 മണിയോട് അടുപ്പിച്ച് അവിടെ കണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ ആ കണ്ടത് ചിലപ്പോൾ ആ കുട്ടിക്ക് തിരിച്ചു വരാൻ വഴി അറിയാതെ പേടിച്ചിട്ട് ഫിക്സ് വരാൻ സാധ്യതയുള്ളൊരു കുട്ടിയാണ്. 12 മണി മുതൽ നാട്ടുകാർ തെരച്ചിലാണ്. പോലീസ് വന്നത് മുതൽ പോലീസും അതിൻ്റെ മുഴുവൻ തെരച്ചിലായിരുന്നു. പിന്നെ എന്തായാലും തെരച്ചിൽ നിർത്തുന്നില്ല. നമുക്ക് ശുഭപ്രതീക്ഷയോടുകൂടെ തന്നെ മുന്നോട്ട് പോകാം.